السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم فإذا استيقظ أحدكم فليقل الحمد لله الذي ആഫാനി ഫി ജസദി വറദ്ദ അലയ്യ റൂഹി വഅദ്ന ലി ബിദിക്രിഹി റവാഹു അത്ത്-തിർമിദി. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഓരോ വ്യക്തിയും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അല്ലാഹുവിനെ സ്തുതിക്കും, അൽഹംദുലില്ലാഹ് എന്ന് പറയും. എത്ര പ്രാവശ്യം പറയണം നമ്മളത്? ഒരു മനുഷ്യൻ രാവിലെ സുബഹിന് എഴുന്നേറ്റാൽ എത്ര പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് പറയണം? എണ്ണിയാൽ തീരാത്തത്രയും പറയണം. ഏറ്റവും ചുരുങ്ങിയത് 2 പ്രാവശ്യമെങ്കിലും പറയണം. ഒന്ന്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, ഇതുവരെ ഞാൻ എവിടെയാ കടന്നിരുന്നെന്ന് അറിയില്ല. കാരണം ഒരു ദിവസം കഴിക്കാനുള്ള ആഹാരത്തിന്റെ അരി, ഇന്ന് വാങ്ങുന്ന മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അരി 60 രൂപക്കുള്ള അരി ഉണ്ടാവും വിചാരിച്ചോ. ഒരു 4 ഗ്ലാസ് അരി ഉണ്ടാവും. എത്ര ഗ്ലാസ് അരി ഒന്നും ഒരു ദിവസം നമ്മൾ ഉച്ചക്ക് ഒരു നേരമാണ് മര്യാദക്ക് അരിയാഹാരം കഴിക്കുന്നത്, ചോറ് തിന്നുന്നത്. രാവിലെ മറ്റേതെങ്കിലും ചപ്പാത്തി, രാത്രിയും അതുപോലെ ചപ്പാത്തി. ഇതിനുള്ള കറിയൊക്കെ പാടെ എത്രയാണ്? എല്ലാം കൂടി കൂട്ടിയ ഒരാൾ ഒരു ദിവസത്തെ മെനുവിൻ്റെ ക്യാഷ് എത്ര വരിക? ഒരു 100-300 രൂപ വരും. ഒരു നേരത്തെ മരുന്നിൻ്റെ വില എത്രയാണ്? നമ്മളിൽ പല ആൾക്കാർ ചോദിക്കുന്ന മൂത്രത്തിന്റെ നൊരയും പതയും കളറും ഏത് ടൈപ്പാണ്? നമ്മുടെ ശരീരത്തിലോടുന്ന രക്തത്തിൽ പൂർണ്ണമായും രോഗമുക്തമായ അംശങ്ങൾ എത്രയാണുള്ളത്? ഇങ്ങനെ ഒരു കണക്കെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെഡ് ഇങ്ങോട്ട് കിട്ടിയാൽ മതി. ഇശാ നിസ്കാരം കഴിഞ്ഞ് അത്യാവശ്യ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഖിയാമുൽ ലൈലൊക്കെ നിസ്കരിക്കാനൊക്കെ വെച്ചിട്ട് കിടന്നാണ്ട് കിടപ്പിലുണ്ടല്ലോ, ഒരൊറ്റ പിടുത്തം പിടിച്ചാൽ ഞാനും നിങ്ങൾ കട്ടിലെടുത്ത് കൊണ്ടുപോയാൽ പോലും അറിയില്ല. ആജാതി ക്ഷീണാണ്, മരുന്നിൻ്റെ സഡിഷനും മറ്റുമൊക്കെ ആയിട്ട്. എന്നിട്ടും അവിടുന്ന് രാവിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഴയ പടിയിൽ വീണ്ടും എഴുന്നേൽപ്പിച്ചു. അതിനാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. മടങ്ങാനുള്ളത് അവനിലേക്കാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മനുഷ്യനും കിട്ടുന്ന 3 മഹാഭാഗ്യങ്ങളുണ്ട്. അതിനൊക്കെ അല്ലാഹുവിനോട് ശുക്ർ ചെയ്യണം. അതിലൊന്നാമത്തെ ഭാഗ്യം എന്താ? അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫി ജസദി, എൻ്റെ ശരീരത്തിന് സുഖം നൽകി എന്നുള്ളതാണ്. ചെറിയ ചെറിയ അസുഖങ്ങൾ, ജലദോഷം, അതുപോലുള്ള ചെറിയ ചെറിയൊന്നുമില്ല. വലിയ വലിയ മഹാ അബദ്ധങ്ങളിലും അപകടങ്ങളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലും ഒക്കെ പെട്ട് ഇനി ദുനിയാവിൻ്റെ ഈ അവസ്ഥയിൽ ഒരു മനുഷ്യനായിട്ട് എഴുന്നേൽക്കാൻ പറ്റാത്ത പല ആളുകളെയും നമുക്കറിയാം. 10-20 വർഷത്തിലേറെയായിട്ട് കോമാ സ്റ്റേജിൽ കിടക്കുന്ന ആളുകൾ നമുക്കറിയാൻ പറ്റും. അവരെ പരിഹരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയെ നോക്കി. ജന്മന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ബുദ്ധിശക്തിയിലോ ശാരീരികമായ അവസ്ഥയിലോ വൈകല്യം സംഭവിച്ചു, ഓട്ടിസം ബാധിച്ച ആളുകൾ, സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ ആളുകൾ, പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ മറ്റു പല മേഖലകളിലും കഴിഞ്ഞുകൂടുന്നവർ, ബുദ്ധിയും തൻ്റെ ഇടവുമില്ലാതെ പ്രായപൂർത്തിയായിട്ടും അവരുടെ പ്രാഥമികമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ മാതാപിതാക്കൾ ഇടപെടുന്ന അവസ്ഥ, ആണും പെണ്ണുമായ അവസ്ഥയിൽ വ്യത്യസ്തമുണ്ടെങ്കിൽ പോലും അത് നിർവഹിക്കുകയല്ലാതെ, ഒരു ഉപ്പയ്ക്ക് സ്വന്തം മകളെ പരിചരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഒരമ്മയ്ക്ക് സ്വന്തം മകന് വേണ്ടുന്ന കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്ത ആളുകൾ. ഇവിടെയാണ് നമ്മുടെ ശാരീരികമായ സുഖത്തിന്റെ അളവിന്റെ കോല് വലുതായിത്തീരുന്നത്. ഇവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫി ജസദി, എൻ്റെ ശരീരത്തിന്, അതോടൊപ്പം മനസ്സിന്, സാമ്പത്തികമായ രംഗത്ത്, മക്കളിൽ കൂടി എന്തെല്ലാം രൂപത്തിലുള്ള സുഖം എനിക്ക് വന്നു ചേരുന്നുണ്ടോ അത് മുഴുവൻ ഒരു തടസ്സമില്ലാതെ കിട്ടിയിട്ടുണ്ട്. വറദ്ദ അലയ്യ റൂഹി, എൻ്റെ റൂഹിന്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടി, മഹാഭാഗ്യ. മൂന്നാമത്തേതോ വഅദ്ന ലി ബിദിക്രിഹി, അവനെ സ്തുതിക്കുവാനുള്ള ഇത് അനുവാദം എനിക്ക് കിട്ടി. അതൊരു വലിയ ഹദ്ദാണ്, മഹാഭാഗ്യം.
ഇത് മൂന്നും കിട്ടിയതിന് ശുക്ർ ചെയ്തുകൊണ്ട് ഓരോ വ്യക്തിയും പറയണം, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദ്ന ലീ ബിദിക്രിഹി. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിന് സുഖം നൽകിയ, എൻ്റെ റൂഹിനെ തിരിച്ചു നൽകിയ, എന്നെ നിന്നെ സ്മരിക്കുവാൻ അനുവദിച്ച റബ്ബേ, നിനക്കാണ് സർവ്വസ്തുതിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ദിക്റും ഫിക്റും നിർവഹിക്കുന്ന, ശുക്ർ നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള മഹാ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. തന്ന ഓരോ നിഅമത്തിനും എണ്ണി എണ്ണി പകരം അള്ളാഹുവിനോട് ശുക്ർ ബോധിപ്പിക്കുവാൻ ശാക്കിറായ നാവിന്റെ ഉടമകളായി തീരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ വീഴ്ചയും അബദ്ധങ്ങളും അനർത്ഥവും തെറ്റും കുറ്റവും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾ, ആശുപത്രികളിലും വീടുകളിലുമുള്ള നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരുമായ മുഴുവൻ രോഗികളായ ആളുകൾക്കും അള്ളാഹു ആജിലും കാമിലുമായ ശിഫ എത്രയും പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കട്ടെ. ശാരീരികമായ അവശത കൊണ്ട് വീടുകളിലും മറ്റുമൊക്കെ കഴിഞ്ഞുകൂടുന്ന ദുർബലരായ നമ്മുടെ സഹോദരങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ, റിസ്ഖിന്റെ, മഈശത്തിന്റെ മേഖലകളിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ, ആ പ്രയാസങ്ങളിൽ നിന്ന് മാറി നിന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് കടബാധ്യതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ കഴിഞ്ഞുകൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, നാളെ പാരത്രികമായ ലോകത്തിന്റെ പ്രവേശന കവാടമായ മരണത്തെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ആ മരണം സമാഗതമാകുമ്പോൾ ഈമാനും ഇഖ്ലാസും മുറുകെ പിടിച്ച ഞങ്ങൾക്ക് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആക്ക് വസിയത്ത് ചെയ്ത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ നൂറുന്ന മനസ്സിന്റെ നോവുകൾക്ക് എത്രയും പെട്ടെന്ന് നീ ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കണമേ. അവരുടെയും ഞങ്ങളുടെയും പ്രയാസങ്ങൾ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായത് ഏറ്റവും എളുപ്പത്തിൽ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കണമേ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും കൂട്ടുകുടുംബത്തിനും സന്താന പരമ്പരകൾക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത أعين وجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.